ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേരിച്ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് നൽകും. എൻ്റെ പേര് സോണി മാത്യു. ഞാൻ കോട്ടയം ജില്ലയിലെ കൈപ്പുഴ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ആദ്യമായി തന്നെ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ തിരു അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുവാനും എന്നെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോ തിരുക്കുമാരനും ആദ്യമായി തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ഇവിടെ ആരംഭിക്കുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഡിസംബർ 16, 2024 അതിനു മുൻപ് ഞാൻ ഒരു 3-4 വട്ടം കൃപാസനത്തിൽ വന്നിട്ടുണ്ട്. ക്യാഷ്വലായിട്ട് വന്ന് നമ്മൾ നോർമൽ ചർച്ചസിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്നത് പോലെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കുർബാനയൊക്കെ കൂടി പോകുക എന്നുള്ളൊരു ഇതിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഞാനൊരു നേഴ്സാണ്. അപ്പം ഞാൻ കുറച്ച് നാളുകളായിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 9 മാസമായിട്ട് ഞാൻ പുറത്തോട്ട് പോകാൻ വേണ്ടി ട്രൈ ചെയ്യുവാണ്. അങ്ങനെ എനിക്ക് സെപ്റ്റംബറിലൊരു ഇൻ്റർവ്യൂ വന്നു. ഞാൻ ഇൻ്റർവ്യൂ പാസ്സാവുകയും പിറ്റേ ദിവസം തന്നെ എൻ്റെ ഓഫർ ലെറ്റർ വന്നു. 20 ദിവസത്തിനകം തന്നെ എൻ്റെ COS വർക്ക് പെർമിറ്റ് എല്ലാം വന്നു. അങ്ങനെ ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. പക്ഷേ എൻ്റെ വിസയ്ക്ക് ഭയങ്കര തടസ്സങ്ങളായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അതെന്നെ ഒത്തിരി വിഷമത്തിൽ ആഴ്ത്തി. അതായത് ഒരു ഡിപ്രസീവ് സ്റ്റേജിലോട്ട് തന്നെ മാറിപ്പോയി. കാരണം എല്ലാം പോകാം, എല്ലാം റെഡിയായി ഇരുന്നിട്ട് പെട്ടെന്ന് ഒരു നിമിഷത്തിൽ എൻ്റെ COS എക്സ്പയർ ആകുന്നു. അങ്ങനെ കുറേ പ്രോബ്ലംസ് ഇതിൻ്റെ ഇടയിൽ വന്നു. അങ്ങനെ ഇരിക്കെ ഭയങ്കര ഞാൻ ഫിസിക്കലി മെൻ്റലി ഡൗണിലായി പോയപ്പോഴാണ് ഞാൻ കൃപാസനത്തെപ്പറ്റി എനിക്ക് നേരത്തെ അറിയാം. കാരണം എൻ്റെ ഒത്തിരി റിലേറ്റീവ്സ് വീടിനടുത്തുള്ള ആളുകളൊക്കെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. പക്ഷേ ആരും എൻ്റെ അടുത്ത് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്താൽ ഇതിനൊരു സൊല്യൂഷൻ കിട്ടുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്നെ തന്നെ ആരോ വിളിച്ചുകൊണ്ട് വരികയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ. അങ്ങനെ ഇവിടെ വരുന്നതിൻ്റെ തലേദിവസം ഞാൻ എൻ്റെ വീട്ടിലെ മമ്മിയുടെ അടുത്ത് പറഞ്ഞു കൃപാസനത്തിൽ പോകാം, ഉടമ്പടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ പ്രോബ്ലംസ് എല്ലാം സോൾവ് ആകുമായിരിക്കും. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഞാനും മമ്മിയും, പക്ഷേ ആരും പറഞ്ഞിട്ടോ ഒന്നുമല്ല ഞാനിവിടെ വന്നത്. എന്നെ ആരോ, പരിശുദ്ധ അമ്മ തന്നെയായിരിക്കും, എന്നെ ആരോ കൂട്ടിക്കൊണ്ട് വരികയായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു ഉടമ്പടി എടുത്തിപ്പം ഞാൻ ഒരു വട്ടം പുതുക്കി. പക്ഷേ പുതുക്കി മാർച്ച് 16 വരെയായിരുന്നു എൻ്റെ ആദ്യത്തെ 90 ദിവസത്തെ കാലയളവ്. പക്ഷേ ആദ്യമേ ഒന്നും പ്രത്യേകിച്ച് എനിക്ക് മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ ഞാൻ ഉടമ്പടി എല്ലാം കറക്റ്റായിട്ട്, അതായത് 100% പെർഫെക്റ്റായിട്ട് തന്നെ ഞാൻ ഫോളോ ചെയ്തു. പക്ഷേ എങ്കിലും കുറച്ചൊരു കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ കാരുണ്യപ്രവർത്തികളൊക്കെ ചെയ്യുന്നതിലായിരിക്കും. കാരണം അധികമായിട്ട് ഞാൻ അങ്ങനെ കാരുണ്യപ്രവർത്തി അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു. അപ്പോഴാണ് ജോസഫ് അച്ഛൻ പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്, ഉടമ്പടി എന്ന് പറയുന്നത് അതൊരു ചെല്ലേണ്ട ഒരു പ്രാർത്ഥനയോ അങ്ങനെയൊന്നും അല്ല, നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തിയാണ്. അത് എന്നെ ഒത്തിരി സ്ട്രൈക്ക് ചെയ്തു. അങ്ങനെ ഞാൻ കുറച്ചുകൂടെ തീഷ്ണതയോടും കുറച്ചുകൂടെ നന്നായിട്ട് കാരുണ്യപ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങി. ഞാൻ റോഡ് സൈഡിൽ ഇരിക്കുന്നവർക്ക് ഭക്ഷണം കഴിക്കുവാൻ ഒരു നേരത്തെ കഴിവില്ലാത്ത ആളുകളെല്ലാം പൊതിച്ചോറും പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് ആഴ്ചയിൽ 1-2 ദിവസങ്ങളിൽ ഞാൻ കൊണ്ടു കൊടുക്കുവാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതുപോലെ തന്നെ ഡ്രസ്സ് ഇല്ലാത്ത ആളുകളിലേക്ക് ഡ്രസ്സ് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ എന്നെക്കൊണ്ടാകാവുന്ന രീതിയിൽ എൻ്റെ മുൻപിൽ ഒരാൾ കൈ നീട്ടിക്കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും നിരാശയോടെ മടക്കി വിടാതെ കൊണ്ട് അയാളെ സംതൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി ഞാൻ തയ്യാറായി. അങ്ങനെയൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ കാരുണ്യപ്രവർത്തികളും കൂടുതൽ പ്രേക്ഷിത വേല ചെയ്തതിൻ്റെ ഫലമായി ഞാൻ ഒരു ഡേറ്റ് ഇട്ടു. മാർച്ച് 16 എൻ്റെ ആദ്യത്തെ 90 ദിവസം കഴിയും. ആ 90 ദിവസത്തിനുള്ളിൽ എനിക്ക് എന്തെങ്കിലും ഒരു തീരുമാനം, എന്തെങ്കിലും ഒരു ഇത് കാണിച്ചു തരണം. കാരണം ഞാൻ ഈ വിസ തടസ്സം വന്നപ്പം ഒരു അപ്പീലൊക്കെ ഹയർ ചെയ്തായിരുന്നു. പക്ഷേ അപ്പീലിനൊന്നും അത് ഭയങ്കര ലെന്തി ആയിട്ടുള്ള പ്രോസസ്സായിരുന്നു. പക്ഷേ ആ അപ്പീലിനൊന്നും ഒരു സൊല്യൂഷൻ ഒന്നും ഉണ്ടായില്ല. അപ്പോഴാണ് ഒരു ഫെബ്രുവരി മന്തിലൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് പുതിയൊരു ഇൻ്റർവ്യൂ വന്നായിരുന്നു. പുതിയൊരു ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്ത് തന്നു. അപ്പോൾ ഞാൻ അത് കുറച്ചുകൂടി നല്ല കരിയർ ഓപ്പർച്യൂണിറ്റീസൊക്കെ ഉള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തെന്നാൽ ഇനി ഇതല്ലായിരിക്കും കുറച്ചുകൂടെ നല്ല എൻ്റെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നല്ല ഒരു ഇതായിരിക്കും മാതാവ് തിരഞ്ഞെടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ അതിന് പ്രിപ്പയർ ആയിക്കൊണ്ടിരുന്നപ്പം ഒരു സുപ്രഭാതം ഒരു ദിവസം വൈകുന്നേരം ഞാൻ ഒരു സാക്ഷ്യം കേട്ടോണ്ടിരിക്കുമായിരുന്നു. ഒരു ചേട്ടൻ ഇതുപോലെ ഒരു വിസ തടസ്സം പുറത്തോട്ട് പോകാൻ വേണ്ടി ട്രൈ ചെയ്തിട്ട് നടക്കാണ്ട് ലാസ്റ്റ് ശരിയാവുന്ന ഒരു സാക്ഷ്യമായിരുന്നു. അത് കേട്ടോണ്ടിരുന്നപ്പോൾ എൻ്റെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നു. ഞാനത് തുറന്നു നോക്കിയപ്പോഴത്തേക്കും എനിക്ക് COS വന്നത്. അതായത് പഴയ കമ്പനിയുടെ COS വീണ്ടും
അത് എക്സ്പയർ ആയിരുന്നു. അപ്പോൾ പുതിയൊരു COS അവർ വീണ്ടും എനിക്ക് ഇഷ്യൂ ചെയ്തു തന്നു. ഒരിക്കലും ആ COS വരുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല. കാരണം ഇനി അത് ഒത്തിരി ലാഗ് ആവുന്നുണ്ടായിരുന്നു വരാൻ വേണ്ടി. ഇപ്പം പഴയ പോലെ UK വിസാസ് ഒന്നും വെക്കുന്നില്ല, COS ഒന്നും അവർ കൊടുക്കുന്നില്ല അവിടുത്തെ ഇമിഗ്രേഷൻ പ്രോബ്ലം കാരണം. അതുകൊണ്ട് എനിക്കറിയില്ല എങ്ങനെയാണ്, ഒരു സർപ്രൈസ് ആയിരുന്നു ആ ഒരു COS വന്നത്. ഞാൻ ഈ COS കിട്ടുന്നതിൻ്റെ തലേദിവസം ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം വാങ്ങി കൊണ്ട് പോകാറുണ്ട്. എല്ലാ മാസവും ഞാൻ മുടങ്ങാണ്ട് വരും. അങ്ങനെ ഈ തലേദിവസം മാർച്ച് 6-ാം തീയതി ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി. അപ്പം ഞാൻ ഈ ഫ്രണ്ട് വന്നിരുന്ന മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഇരുന്നപ്പോഴത്തേക്കും എനിക്ക് നല്ല സുഗന്ധാഭിഷേകം കിട്ടി. എങ്കിലും ഞാൻ മാതാവിൻ്റെ അടുത്ത് നന്ദി പറഞ്ഞിട്ട് ഞാനന്ന് പത്രവും വാങ്ങിപ്പോയി. പിറ്റേ ദിവസമാണ് എനിക്ക് പുതിയ COS അവർ ഇഷ്യൂ ചെയ്ത് തരുന്നത്. ഞാൻ ഡേറ്റ് നോക്കിയപ്പോൾ മാർച്ച് 6. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതും എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടിയതും മാർച്ച് 6 തന്നെ. അപ്പം തന്നെ ഞാൻ ഉറപ്പിച്ചു ഇതെനിക്ക് മാതാവായിട്ട് തന്നെ കൊണ്ടു തന്നെയാണ്. പിന്നെ അടുത്ത നടപടി എന്ന് പറയുന്നത് വിസയ്ക്ക് വെക്കുക എത്രയും പെട്ടെന്ന്. അപ്പം എൻ്റെ വിസയ്ക്ക് ഡേറ്റ് കിട്ടിയത് മാർച്ച് ലാസ്റ്റ് ആയിട്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഉടമ്പടി തീർന്നായിരുന്നു. മാർച്ച് 16 വരെയായിരുന്നു ഉടമ്പടി. ഞാൻ മാർച്ച് 17-ാം തീയതി വന്ന് ഉടമ്പടി പുതുക്കി. എനിക്ക് മാതാവിനെ കയ്യിൽ വഹിക്കുവാൻ എനിക്ക് കിട്ടി. എത്രത്തോളം യോഗ്യത ഉണ്ട് എനിക്കറിയില്ല, പക്ഷേ എങ്കിലും മാതാവിനെ കയ്യിൽ വഹിച്ചപ്പോൾ എന്തെന്നില്ലാത്തൊരു അനുഭവമാണ് എനിക്ക് കിട്ടിയത്. അതോടെ ഞാൻ തീരുമാനിച്ചു എന്തായാലും ഈ വട്ടം ഞാൻ പോയിരിക്കും, മാതാവ് എനിക്ക് വിധിച്ചത് തന്നെയാണ് എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു. അങ്ങനെ ഞാൻ ഉടമ്പടി പുതുക്കി. അന്ന് തന്നെ എനിക്ക് ഡേറ്റ് കിട്ടി, വിസയ്ക്ക് ഡേറ്റ് കിട്ടി. പിന്നെ അന്നേരം ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. കാരണം ഞാൻ സെപ്റ്റംബറിൽ എൻ്റെ മെഡിക്കൽ എടുത്ത് വെച്ചതാണ്. എൻ്റെ മെഡിക്കൽ 6 മാസത്തെ വാലിഡിറ്റി ഉള്ളൂ. അത് വിസയ്ക്ക് വെച്ച് ജസ്റ്റ് 2 ആഴ്ചയും കൂടി ഉള്ളൂ മെഡിക്കലിൻ്റെ വാലിഡിറ്റി. വിസ വരാൻ 3 ആഴ്ച എടുക്കും. ഞാൻ വീണ്ടും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഏപ്രിൽ 1-ന് മുൻപ് എനിക്ക് എൻ്റെ വിസ കയ്യിൽ കിട്ടണം. അങ്ങനെ ഞാൻ നിരന്തരമായി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എല്ലാവരും വീട്ടുകാരും എല്ലാവരും, ഞാൻ ഉൾപ്പെടെ എല്ലാവരും നിരന്തരം പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് മാർച്ച് 30-ാം തീയതി എനിക്കൊരു വൈകിട്ടൊരു 10:30 ആയപ്പോൾ ഒരു മെയിൽ വന്നു, എൻ്റെ വിസ സാങ്ഷനായി, പോകാം, ഉടനെ തന്നെ പാസ്പോർട്ട് തിരിച്ചു വരുമെന്ന്. അങ്ങനെ ഞാൻ ആരുടെ അടുത്തും പറഞ്ഞില്ല. കാരണം ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാസ്പോർട്ട് കിട്ടുമോ എന്തെങ്കിലും. പക്ഷെ ഇതുവരെ ആർക്കും മെയിൽ വന്നതായിട്ടും അറിയത്തില്ല. ഡയറക്റ്റ് പാസ്പോർട്ട് ഓപ്പൺ ചെയ്യുമ്പോഴേ നമുക്ക് വിസ വന്നോ ഇല്ലയോ എന്ന് അറിയത്തുള്ളൂ. പക്ഷേ അതും ഒരു സർപ്രൈസിങ് ആയിരുന്നു. മാതാവിൻ്റെ ഒരു വലിയൊരു ഇടപെടലായിരുന്നു. എനിക്ക് നേരത്തെ ഒത്തിരി ടെൻഷൻ ആവണ്ടെന്ന് കരുതിയായിരിക്കും മാതാവ് എനിക്ക് നേരത്തെ ഒരു മെയിലിലൂടെ എന്നെ ആശ്വസിപ്പിച്ചു വിസ സെറ്റായി എന്ന് പറഞ്ഞ്. അങ്ങനെ പിറ്റേ ദിവസം ആരോടും പറയാണ്ട് ഞാൻ കൃപാസനത്തിൽ പോകുവാന്ന് പറഞ്ഞ് വന്നു. ഇവിടെ വന്ന് മാതാവിനെ കാണിച്ചു, ഞാൻ നന്ദി പറഞ്ഞു. അതിനുശേഷമാണ് ഞാൻ എൻ്റെ വീട്ടിൽ പോലും വിളിച്ചു പറയുന്നത് ഇതുപോലെ വിസ വന്നു എന്നത്. പിന്നെ 2 ദിവസം പിന്നെ പാസ്പോർട്ടിന് വേണ്ടിയുള്ളൊരു കാത്തിരിപ്പായിരുന്നു. അന്നേരവും 3-4 ദിവസം അവധികൾ UK-യിലും നാട്ടിലും ഒക്കെയായിട്ട് ശനിയും ഞായറും എല്ലാം അവധി വന്നുകൊണ്ട് പാസ്പോർട്ട് കിട്ടാനും ലേറ്റായി. ഞാൻ 1-ാം തീയതിയാണ് ഡേറ്റ് ഇട്ടത്. അപ്പോൾ 1-ാം തീയതി പാസ്പോർട്ട് കിട്ടില്ലെന്ന് മാതാവിന് അറിയായിരിക്കാം. അതുകൊണ്ടായിരിക്കാം എനിക്ക് മാർച്ച് 30-ാം തീയതി മെയിൽ തന്ന് എന്നെ ആശ്വസിപ്പിച്ചത്. അങ്ങനെ ഏപ്രിൽ 3-ാം തീയതി എൻ്റെ വിസ അടിച്ച് എൻ്റെ പാസ്പോർട്ട് കൈകളിൽ വന്നു. പിന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറയുമായിരുന്നു എനിക്ക് വിസ അടിച്ച് കിട്ടുമ്പോൾ എൻ്റെ പാസ്പോർട്ടിൻ്റെ 7-ാമത്തെ പേജിൽ തന്നെ എനിക്ക് വിസ തരണം. കാരണം മാതാവിൻ്റെ കയ്യൊപ്പിട്ടുള്ള ഒരു വിസയാണ്, 5 വർഷത്തെ വിസയാണ്. മാതാവിൻ്റെ കയ്യൊപ്പിട്ട വിസയാണെന്നുള്ള ജീവിതകാലം മുഴുവൻ എനിക്ക് ഓർത്തിരിക്കുക ഒരു പ്രൂഫ്. അങ്ങനെ 7-ാമത്തെ പേജിൽ തന്നെ എനിക്ക് വിസ അടിച്ചു കിട്ടി. ഞാൻ 9 മാസത്തോളം ഇതിൻ്റെ പുറകെ നടക്കുകയായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തപ്പം 3 മാസം അത് ഇച്ചിരി പക്ഷെ അച്ഛൻ പറയുന്ന പോലെ സമയം അധികം എടുത്താലും അത് വലിയൊരു കൃപയിലേക്കുള്ളതിന് വേണ്ടിയാണ്. എങ്കിലും ഞാൻ 7-ാമത്തെ പേജിൽ എനിക്ക് എൻ്റെ വിസ അടിച്ചു കിട്ടി. അതുപോലെ തന്നെ ഞാൻ ജോലി ചെയ്യാം, ഇത് മാതാവിൻ്റെ തന്നെ ജോലി സ്ഥലമാണെന്ന് പ്രൂവ് ചെയ്യാനായിരിക്കണം. ഞാൻ ജോലി ചെയ്യാൻ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് സെൻറ്റ് മേരീസ് ബേ. അത് മാതാവിൻ്റെ പേരോടുകൂടി ഒരു സ്ഥലത്ത്. ഞാൻ ആദ്യമേ ഇത് ലൊക്കേഷൻ കിട്ടിയപ്പോൾ ആദ്യമേ നോക്കിയത് എത്ര പള്ളികൾ ചുറ്റുമുണ്ട് എന്നുള്ളതാണ്. പള്ളികളാൽ നിറഞ്ഞിരിക്കുന്ന സ്ഥലം. ആദ്യമേ നോക്കിയപ്പം ഗൂഗിളിൽ നോക്കിയപ്പോൾ ആദ്യമേ വന്ന പള്ളിയുടെ പേരും സെൻറ്റ് മേരീസ് ചർച്ച്. അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് തോന്നുകയാണ്. അങ്ങനെ എൻ്റെ വിസയുടെ തടസ്സങ്ങൾ മാറി, എൻ്റെ ജോലി ശരിയായി. ഞാൻ നാളെ വെളുപ്പിനെ 4:20 ഫ്ലൈറ്റിന് ഞാൻ UK-ക്ക് പോവുകയാണ്. ഇതാണ് എനിക്ക് കിട്ടിയ ആദ്യത്തെ അനുഭവം. പിന്നെ 2-ാമത്തെ അനുഭവം എന്ന് പറയുന്നത് എനിക്കൊരു രോഗസൗഖ്യമാണ്. എനിക്ക് പണ്ട് മുതലേ ജോയിൻസിനൊക്കെ ഭയങ്കര പെയിനുള്ള ആളാണ്. അതായത് ഷോൾഡറിന്, പിന്നെ വിരലിൽ, മുട്ടിന് എപ്പോഴും ഇത് മാറി മാറി ഇങ്ങനെ വേദനകൾ വന്നുകൊണ്ടേയിരിക്കും.
അപ്പം എനിക്ക് കഴിഞ്ഞ ഡിസംബറിൽ ഭയങ്കര നടുവേദനയായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയ അന്ന് ഞാൻ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ കൊടുത്തിട്ടാണ് പോകുന്നത്. ഹോസ്പിറ്റലിൽ ചെന്ന് റിസൾട്ട് നോക്കിയപ്പം വൈറ്റമിൻ ഡി ഭയങ്കര ഡെഫിഷ്യൻസി, CRP ESR ഹൈ ലെവല്. അപ്പം എനിക്ക് അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ മമ്മിക്ക് ഓൾറെഡി റുമറ്റോഡ് ആർത്രൈറ്റിസ് ഉണ്ട്, അപ്പം അതാവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. എന്നാലും ഓൾമോസ്റ്റ് അവർ പറഞ്ഞു ആർത്രൈറ്റിസ് ആകുമായിരിക്കും, കാരണം മദറിനുള്ളത് കൊണ്ട് ജനറ്റിക്കലി ഇത് വരാം എന്നിങ്ങനെ പറഞ്ഞു. പക്ഷെ ഞാൻ ഒത്തിരി വിഷമിച്ചു. ഞാൻ അന്ന് ഉടമ്പടി എടുത്തിട്ട് വന്ന ദിവസം ഞാൻ അന്ന് കരഞ്ഞ് ഒത്തിരി മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞാൻ ഉടമ്പടി എടുത്തിട്ട് വന്നിട്ടും എന്നെ നീ പരീക്ഷിക്കുവാണോ എന്ന് പറയാൻ ഒത്തിരി കരഞ്ഞു. പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വന്നത്, ഞാൻ പോകുന്ന ഒരു തണുപ്പുള്ള രാജ്യമാണ്, ഇങ്ങനെയുള്ളൊരു അസുഖം വന്ന് ഞാൻ എങ്ങനെ അവിടെ പിടിച്ചു നിൽക്കും ഒന്നും അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ എക്സ്റേ എടുത്തപ്പം എൻ്റെ സ്പൈനൽ കോഡ് ഭയങ്കര തിന്നായിട്ടും സ്ട്രെയിറ്റ് ആയിട്ടുമാണ് ഇരിക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് അവർ MRIക്ക് സജസ്റ്റ് സജസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്നെങ്കിൽ ഇത് ആർത്രൈറ്റിസ് ആകാം, അതല്ലെങ്കിൽ ഡിസ്ബൾജിങ് ആകാം, അതുമല്ലെങ്കിൽ TB പോലുള്ളൊരു ഇൻഫെക്ഷൻ ആകാം, കാരണം CRPയും ESRും ഹൈ ലെവൽ ആയതുകൊണ്ട്. ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ച് പ്രാർത്ഥിച്ചു, മാതാവിൻ്റെ അടുത്ത് നന്നായി പ്രാർത്ഥിച്ചു. ഞാൻ ഉടമ്പടി വസ്തുക്കൾ MRIക്ക് കയറുന്നതിന് മുൻപ് യൂസ് ചെയ്തു. എൻ്റെ MRI റൂമിനകത്ത് ഞാൻ കിടക്കുന്ന ടേബിളിൽ ഞാൻ മെഷീനിൽ ഞാൻ ഉടമ്പടി ഉപ്പ് ചെറുതായിട്ട് വെച്ച് എന്നിട്ട് അതിന് മുകളിലാണ് ഞാൻ കടന്നത്. അതുപോലെ തന്നെ തൈലം ഞാൻ എൻ്റെ നടുവിൻ്റെ ഭാഗത്ത് ഞാൻ തൂത്തിട്ടാണ് ഞാൻ MRIക്ക് അറ്റൻഡ് ചെയ്തത്. അത്ഭുതകരമെന്ന് പറയട്ടെ, എൻ്റെ MRI നോർമലായിരുന്നു, എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. എങ്കിലും അത് സന്തോഷവും സങ്കടവും ആഴ്ത്തി, കാരണം ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ വീണ്ടും പെയിൻ കില്ലർ തന്നു, കഴിച്ചു, മാറുന്നില്ല. വീണ്ടും കുറച്ചൊരു ഡോസ് കൂടിയ പെയിൻ കില്ലർ തന്നു, പക്ഷേ എനിക്ക് മരുന്ന് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ഒരാഴ്ചയുടെ മെഡിസിൻ കഴിച്ചിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ സ്പൈനൽ കോഡിൻ്റെ L1 L3 L5 റീജിയനിലായിരുന്നു പെയിൻ. അപ്പം ആ റീജിയനിലേക്ക് ഡയറക്റ്റായിട്ട് സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ കൊടുത്ത് പെയിൻ മാറ്റുക എന്നതായിരുന്നു ആകെ പ്രതിവിധി. അതെനിക്ക് ഭയങ്കര, കാരണം സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ ഒത്തിരി സൈഡ് എഫക്ട്സ് ഉണ്ട്, ഈ ചെറുപ്രായത്തിൽ അത് അത്ര നല്ലതല്ല എന്ന് എനിക്കറിയാം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ കംപ്ലീറ്റ്ലി മെഡിസിൻ ഉപേക്ഷിച്ചു. ഞാൻ എല്ലാ ദിവസവും എൻ്റെ നടുവിൻ്റെ വേദനയുള്ള ഭാഗത്ത് ഞാൻ ഉടമ്പടി തൈലം കുരിശ് വരച്ച് തൂത്ത് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതോടൊപ്പം തന്നെ ഞാൻ ഉപ്പ് ചെറിയൊരു നുള്ള് കഴിക്കുകയും അതോടൊപ്പം ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോഴത്തേക്കും ഉപ്പ് ഇട്ടായിരുന്നു കുളിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് എനിക്കറിയില്ല എന്നാണ് എൻ്റെ ഈ വേദന മാറിയെന്നറിയില്ല. ഇപ്പം നിലവിൽ 3 മാസമായി എനിക്ക് ഇതുവരെ ഒരു പെയിനില്ല. ഞാൻ വേറൊരു ഫർദറായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ല. അത്ഭുതകരമായിട്ട് എൻ്റെ വേദന കംപ്ലീറ്റ്ലി ക്യൂറബിളായി. അതിന് മാതാവിൻ്റെയും ഈശോയുടെയും ഇടപെടൽ കൊണ്ട്, ഈ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം കൊണ്ട് മാത്രമാണ് എനിക്ക് അങ്ങനൊരു രോഗസൗഖ്യം കിട്ടിയത്. ഇത് രണ്ടുമാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് ഉടമ്പടി വഴി കിട്ടിയ ദൈവാനുഭവം. പിന്നെ ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ, പ്രത്യേകിച്ച് മറ്റുള്ളവർ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പ്രാർത്ഥിക്കുകയും അങ്ങനെ അവർക്ക് ഒത്തിരി അനുഭവങ്ങൾ ഞാൻ പ്രാർത്ഥിച്ച് ലഭിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് അക്കോമഡേഷൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, പെട്ടെന്ന് ശരിയാകുമോ, റെൻ്റൊക്കെ ഹൈലി കോസ്റ്റ് ആയിരിക്കുമോ എന്നൊക്കെ. പക്ഷെ അതെല്ലാം മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് തുച്ഛമായ പൈസയ്ക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ അക്കോമഡേഷൻ, UK അക്കോമഡേഷൻ എല്ലാം ശരിയായി. ഇതെല്ലാം എനിക്ക് നടത്തി തന്നത് പരിശുദ്ധ അമ്മയും ഈശോ തിരുക്കുമാരനും മാത്രമാണ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ഞാനൊരു യൂത്താണ്. എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് തന്നെ ഫ്രണ്ട്സ്, പിന്നെ എൻ്റർടൈൻമെൻറ്റ്, ട്രിപ്സ്, അങ്ങനെയൊക്കെ മൊത്തത്തിൽ അങ്ങനെ ഒരു ലൈഫായിരുന്നു എൻ്റെത്. പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞാലും അതിനൊരു തീഷ്ണതയോ ഒന്നും ഉണ്ടായിരുന്നില്ല, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല. എൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു ദേഷ്യം പിടിച്ച ക്യാരക്ടറായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതോടുകൂടി ഞാൻ അടിമുടി മാറി എന്ന് തന്നെ പറയാം. എൻ്റെ ലൈഫ് സ്റ്റൈൽ മാറി, എൻ്റെ റൊട്ടീൻ മാറി. ഞാൻ 24/7 ഈശോയ്ക്കും മാതാവിനുമായിട്ട് തന്നെ സ്പെൻഡ് ചെയ്യാൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഒരു ദിവസം എത്ര കൊന്ത് ചെല്ലും എന്നുള്ളതിന് എണ്ണമില്ല. എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകും. കരഞ്ഞുകൊണ്ടല്ലാണ്ട് എനിക്ക് ഒരു ദിവസം പോലും എൻ്റെ കുർബാന കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഒത്തിരി അധികം മാറ്റങ്ങളാണ്
എൻ്റെ ലൈഫിൽ ഈ ഉടമ്പടി എടുത്തതോടുകൂടി വന്നത് മറ്റുള്ളവർക്ക് വേണ്ടി യാതൊരു മടിയില്ലാണ്ട് പ്രാർത്ഥിക്കുവാനും മറ്റുള്ളവരോട് മാതാവിനെ പറ്റി പറയുവാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ഞാൻ എല്ലാ ദിവസവും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കാണുകയും അത് ഞാൻ ഷെയർ ചെയ്യുകയും സ്റ്റാറ്റസ് ഇടുകയും ചെയ്യും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ സ്റ്റാറ്റസ് ഏകദേശം ഒരു 3 മാസത്തോളം വരുന്നതുകൊണ്ട് ഞാൻ പുറത്തോട്ടിറങ്ങും മിക്കവാറും ചോദിക്കും, നീ കൃപാസനത്തിൻ്റെ ആളാണല്ലേ എന്ന്. അപ്പം ആദ്യമേ ഒരു ഇറിറ്റേഷനായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ പറയാം, ഐ ആം റിയലി പ്രൗഡ്. ഞാൻ റിയലി അഭിമാനിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നതാണ് എൻ്റെ ഏക മെറിറ്റ്. എനിക്ക് ഇതുവരെ കിട്ടിയ അനുഗ്രഹങ്ങളൊന്നും എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, പരിശുദ്ധ അമ്മയുടെയും ഈശോ തിരുക്കുമാരൻ്റെയും ഗ്രേസ് കൊണ്ടാണ്. ഇനിയും ഒത്തിരി ആൾക്കാർ ഇവിടെ വരുവാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നറിയാം. പലരും ഉടമ്പടി എടുത്തിട്ട് പോലും കറക്റ്റായിട്ട് ഇത് ഫോളോ ഇല്ലാത്തവർ ഒത്തിരി പേരുണ്ട്. പക്ഷേ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്ത് വന്നാൽ മാതാവ് നമ്മളെ തീർച്ചയായും സഹായിക്കും. മാതാവിന് ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം കറക്റ്റായിട്ട് ചെയ്താൽ മതി. പിന്നെ ഞാൻ എല്ലാ മാസവും വന്ന് പത്രം വാങ്ങുമായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് തന്നെ ഞാൻ പത്രം വാങ്ങി കൊടുക്കുക എന്നുള്ളത് എനിക്കൊരു ഹരമായി മാറി അവസാനമായി. കാരണം അത്രത്തോളം ഞാൻ പത്രം വാങ്ങി എല്ലാവർക്കും വിതരണം ചെയ്യുമായിരുന്നു. ഞാൻ VFSൽ പോയപ്പോൾ ഒത്തിരി ചെറുപ്രായക്കാർ ഇതുപോലെ വിസ അപ്പോയിൻമെൻറ്റിനായിട്ട് പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. അവർക്കെല്ലാം ഞാൻ പത്രം വിതരണം ചെയ്തു. പിന്നെ ചിലവരൊക്കെ പത്രം കൊടുക്കുമ്പോൾ മുഖം കറുപ്പിക്കുന്നവരുണ്ട്. ആദ്യമേയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു, എന്നെങ്കിലും ഇവർ തിരിച്ച് കൃപാസനത്തിൽ വരും. അതുപോലെ തന്നെ കൃപാസനം പത്രം ഓരോരുത്തർക്കും കൊടുക്കുമ്പം ഞാൻ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ എല്ലാ പത്രത്തിലും തൈലം കൊണ്ട് കുരിശ് വരച്ചു ഉപ്പിട്ടാണ് ഞാൻ ഓരോ ആൾക്കാർക്കും, അതും അർഹതപ്പെട്ട ആളുകളുടെ കൈകളിൽ ആണ് എന്ന് ഉറപ്പ് വരുത്തി ഞാൻ പ്രാർത്ഥിക്കണം, കൃപാസനത്തിൽ വരണം എന്ന് പറഞ്ഞാണ് ഓരോരുത്തർക്കും ഞാൻ കൃപാസനം പത്രം വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങളാണ് എനിക്ക് പരിശുദ്ധ അമ്മയും ഈശോ തിരുക്കുമാരനും എനിക്ക് നേടിത്തന്നത്. ഇതിനൊന്നും ഞാൻ ഒട്ടും യോഗ്യതയില്ല. പിന്നെ എൻ്റെ ക്യാരക്ടറിൽ എൻ്റെ ദേഷ്യം കുറഞ്ഞ് കമ്പാരറ്റീവ്ലി ലോ ആയി. അങ്ങനെ മൊത്തത്തിൽ എൻ്റെ ആ ഒരു റൊട്ടീനെ മാറി. അതായത് മൊത്ത സമയം മാതാവിനും ഈശോയ്ക്കും വേണ്ടി സ്പെൻഡ് ചെയ്യാൻ ഞാൻ തയ്യാറായി. എല്ലാ ദിവസവും ഞാൻ അരമണിക്കൂർ വിശുദ്ധ ഗ്രന്ഥം വായിക്കും. ഒത്തിരി ഞാൻ കേട്ടിട്ടില്ലാത്ത ഒത്തിരി വചനങ്ങൾ എന്നെ ഒത്തിരി സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ 23 വർഷക്കാലം ഞാൻ എന്തിനു ജീവിച്ചു എന്നത് ചോദിച്ചാൽ എനിക്കതിന് ഒരു ആൻസർ ഇല്ല. ഇപ്പോഴാണ് ഞാൻ ശരിക്കും ജീവിക്കാൻ തുടങ്ങിയത്. ഇപ്പോഴാണ് ഞാൻ ശരിക്കും പരിശുദ്ധ അമ്മയെയും ഈശോയെയും അറിയാൻ തുടങ്ങിയത്. ഈ സത്യം പറഞ്ഞാൽ എൻ്റെ 23 വർഷക്കാലം വേസ്റ്റ് ആയിരുന്നെന്ന് തന്നെ പറയാം. ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് തിരിഞ്ഞു പോകത്തില്ല. കാരണം എൻ്റെ ഈശോയും എൻ്റെ അമ്മയും എൻ്റെ ജീവിതാവസാനം വരെ എൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്നും ഞാൻ ഇനി പോകുന്നിടത്താണെങ്കിൽ പോലും എത്ര ബുദ്ധിമുട്ടും എത്ര കഷ്ടതകളും വന്നാൽ പോലും എൻ്റെ അമ്മ എൻ്റെ ഒപ്പം ഉണ്ടായിരിക്കുമെന്നും ഒരിക്കലും ഈ ഉടമ്പടിയിൽ നിന്ന് മാറി വ്യതിചലിച്ച് ജീവിക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അത് ഞാൻ ഈ അൾത്താരയിൽ നിന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും മുൻപിൽ വെച്ച് തരുന്ന ഒരു വാക്കാണ്. എൻ്റെ ജീവിതാവസാനം വരെ ഞാൻ ഉടമ്പടിയിലായിരിക്കും. അവിടെ പോയാലും ഞാൻ എൻ്റെ പ്രേക്ഷിത വേലയും കാരുണ്യ പ്രവർത്തികളും എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലെല്ലാം ചെയ്യും. എൻ്റെ ആകെയുള്ളൊരു വിഷമെന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം വാങ്ങി എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇവിടെ എല്ലാ മാസവും ഞാൻ വന്നുകൊണ്ടിരുന്നതാണ്. അത് വരാൻ പറ്റില്ല എന്നൊരു ചെറിയൊരു വിഷമത്തോടെയാണ് ഞാൻ പോകുന്നത്. എങ്കിലും കുഴപ്പമില്ല. ആയിരിക്കുന്ന മേഖലയിൽ എൻ്റേതായ രീതിയിൽ പ്രേക്ഷിത പ്രവൃത്തിയും അതുപോലെ തന്നെ ഉടമ്പടി പറ്റാവുന്ന രീതിയിലെല്ലാം ചെയ്യാൻ ഞാൻ ശ്രമിക്കും. ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും അച്ഛൻ്റെ ധ്യാനം മാക്സിമം ആ കറക്റ്റ് ടൈമിൽ തന്നെ കാണാൻ ശ്രമിക്കും. എന്തെങ്കിലും സാഹചര്യത്താൽ വീട്ടിലില്ലായ്ക വരികയോ അങ്ങനെയെങ്കിൽ മാത്രമാണ് ആ ടൈം ലാഗാവുന്നത്. കാണുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യും. ചില ദിവസങ്ങളിൽ ഞാൻ ഡെയിലി ബ്രെഡ് സ്റ്റാറ്റസ് ആയിട്ട് ഇടുമെങ്കിലും പേഴ്സണലായിട്ട് ആൾക്കാർക്ക് അയച്ചു കൊടുത്തില്ലെങ്കിൽ ചില ആളുകൾ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും, എന്തുകൊണ്ട് ഇന്ന് അയച്ചില്ല, അത് തീർന്നോ എന്ന് വരെ ചോദിക്കുന്ന ആളുകളുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കാറുണ്ട്. അത് മറ്റുള്ളവർക്ക് വേണ്ടി എനിക്ക് വേണ്ടി അല്ലാണ്ട് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ഇന്നേ വരെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ വീട്ടുകാർക്കും എനിക്ക് വേണ്ടി അല്ലാണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ ഡെയിലി ലൈഫ് തന്നെ മാറി. മറ്റുള്ളവർക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കുവാനും അവരുടെ വിഷമത്തിൽ പങ്കുചേരുവാനും അവരെ മാതാവിനെ പറ്റി അറിയിക്കുവാനെല്ലാം എനിക്ക് സാധിച്ചു. ഇപ്പം ഞാൻ പോകുന്നത് എൻ്റെ ഉടമ്പടി NRI ആക്കിയിട്ടാണ് പോകുന്നത്. പിന്നെ ഇതുവരെ തന്ന എൻ്റെ ആദ്യമേ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. സാധാരണ ഒരാളേലും
കൂടെ കാണുന്ന ജോലിക്ക് പോകുമ്പോഴത്തേക്കും. പക്ഷെ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്, വിഷമമുണ്ട്. പക്ഷേ എങ്കിലും ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. കാരണം മാതാവ് വിചാരിച്ചിട്ടുണ്ടായിരിക്കാം വേറൊരു സുഹൃത്ത് വേണ്ട, മാതാവ് തന്നെ കൂട്ടുമതി എന്ന് മാതാവ് വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും എനിക്ക് മാത്രം ഞാൻ ഒറ്റയ്ക്കായിട്ട് പോകുന്നത്. പിന്നെ ഈ ഉടമ്പടി കാശുരൂപം തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ധൈര്യം. ഇതെൻ്റെ കയ്യിലുള്ളിടത്തോളം കാലം എനിക്ക് ഒരിക്കലും വിഷമിക്കേണ്ടി വരത്തില്ല. അതെനിക്ക് 100% ഉറപ്പാണ്. എനിക്ക് ഇത്രത്തോളം അനുഗ്രഹം നേടിത്തന്ന എൻ്റെ മാതാവിനും എൻ്റെ ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം സമർപ്പിക്കുന്നു. നന്ദി.